ഉത്തരേന്ത്യയിൽ ഗ്രാമങ്ങളിലെ അതിഥികൾ രാജാവിന് തുല്യമാണ്. വിഷറിയുടെയും ഈ സംസ്കാരത്തിൻ്റെയും കഥ പറയാം. ഗ്രാമീണ വീടുകളിലെത്തുന്ന അതിഥികൾക്ക് സദാസമയം വിഷറി ഉപയോഗിച്ച് ഒരാളിങ്ങനെ വീശിക്കൊടുക്കുന്ന പതിവ് പൊതുവെ ഉത്തരേന്ത്യയിലുണ്ട്. പക്ഷേ ഉത്തരാഖണ്ഡിലെ സക്കാറ ഗ്രാമത്തിലെ ഈ വീട്ടിൽ വിഷറികൾ അതിമനോഹരമായി മെടഞ്ഞെടുക്കുന്ന കാഴ്ച കൂടിയുണ്ട്. ഈ ഉമ്മൂമ്മയ്ക്ക് പ്രായം 80 കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൂമ്മയും മക്കളും പേരമക്കളുമൊക്കെ ചേർന്നാണ് വിഷറികൾ ഇവിടെ നിർമ്മിക്കുന്നത്. ഈന്തപ്പനയുടെ ഉണങ്ങിയ ഈ പട്ടയ്ക്ക് 5 രൂപയാണ് മാർക്കറ്റിൽ വില. ഒരു പട്ടയിൽ നിന്ന് 2-3 വിഷറികൾ നിർമ്മിക്കാനാകും. അല്പം ഓലകൾ ഇടയ്ക്ക് നിന്ന് പറിച്ചെടുത്ത് പട്ടയെ 3 കഷ്ണങ്ങളാക്കുന്നു. പറിച്ചെടുത്ത ഓലകളിൽ വിവിധ വർണ്ണങ്ങൾ നൽകുന്നു. വർണ്ണപ്പൊടികൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഓലകൾ അതിൽ മുക്കിയെടുക്കുന്നതാണ് രീതി. ശേഷം ഇത് മനോഹരമായി മെടഞ്ഞെടുക്കുന്നത് ഉമ്മൂമ്മയാണ്. അറിവനുഭവങ്ങളുടെ കൈവഴക്കവും ഊർജ്ജസ്വലതയും നമുക്കിവിടെ കാണാം. വിഷറികൾ ഇങ്ങനെ അതിമനോഹരമായി മെടയുന്നത് കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലം കൂടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മുറ്റത്തൊരു മരപ്പലയിലിരുന്ന് ഓലയും പായകളുമൊക്കെ മെടയുന്ന എൻ്റെ വല്യുമ്മയാണ് ഇപ്പോൾ ഞാൻ കണ്ണിൽ കാണുന്നത്. ഇങ്ങനെ മെടഞ്ഞെടുക്കുന്ന ഒരു വിഷറിക്ക് 6 രൂപയാണ് വില. 5 രൂപയുടെ ഒരു ഈന്തപ്പന പട്ടയിൽ നിന്ന് പരമാവധി 18 രൂപ സമ്പാദിക്കാം. പട്ടയുടെയും വർണ്ണപ്പൊടികളുടെയും ചെലവ് കഴിഞ്ഞ് 10 രൂപ ലാഭം ലഭിക്കും. വീടുകളിൽ അതിഥികളെത്തിയാൽ വിഷറിയുമായി ഒരാളെ നിയോഗിക്കുന്നതാണ് ഗ്രാമങ്ങളിലെ പതിവ്. അവർ മടങ്ങുന്നത് വരെ ചെറിയൊരു കുളിരു പകർന്ന് അദ്ദേഹം കൂടെ തന്നെ ഉണ്ടാകും. ഒരാളിങ്ങനെ സദാസമയം നമ്മുടെ അടുത്ത് നിന്നിങ്ങനെ വീശിത്തരുന്നതിൽ സ്വാഭാവികമായും ഒരു മനപ്രയാസം നമുക്കുണ്ടാകും. പക്ഷേ ഗ്രാമീണരിത് വളരെ സന്തോഷപൂർവ്വം ഏറെ ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ്. ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത ഗ്രാമങ്ങളിൽ പൊതുവെ കുറവാണ്. അതിനെ മറികടക്കാൻ ഗ്രാമീണർക്ക് വിഷറികൾ മാത്രമാണ് ഏക ആശ്രയം. സ്ത്രീകളാണ് പ്രധാനമായും വിഷറികൾ നിർമ്മിക്കുന്നത്. അവരുടെ വരുമാന മാർഗങ്ങളിൽ പ്രധാനമാണിത്. നാടൻ വിഷറികളുടെ കുളിരേറ്റ് ഗ്രാമീണ ജീവിതങ്ങളെ നേരിട്ട് അനുഭവിച്ചൊരു സന്ധ്യയാണ് ഇന്നത്തേത്. മടങ്ങുമ്പോൾ അല്പം വിഷറികൾ കൂടി സമ്മാനമായി കിട്ടിയ സന്തോഷവും. ചെയ്യുന്ന ജോലികൾ എത്ര ലളിതമാണെങ്കിലും അതിലൊരു സൗന്ദര്യബോധവും കലാത്മകതയും ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് ഈ വിഷറി നിർമ്മാണം എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതം ഈ വിഷറി പോലെ വർണ്ണാഭമാകട്ടെ. വീണ്ടും കാണാം.